ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ലിയാമ്പതി ചുരം റോഡിൽ KSRTC ബസ് തെന്നിമാറി അപകടം. ഒരാൾ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പാണക്കാട് എടൈപ്പാലത്തിൽ വൻ കുന്നിടിച്ചിൽ. സംസ്ഥാന പാതയിൽ ഗതാഗതം നിലച്ചു. ഇറാനെതിരായ ആക്രമണം നിർത്തി ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം. ആഗോള രാഷ്ട്രീയ വിപണിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഡോളറിന്റെ ഇടിവിന്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. കടുത്ത എതിർപ്പ്. ഫിഫ സ്വകാര്യവൽക്കരണ പദ്ധതി ഉപേക്ഷിച്ച് ഫിഫ പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. നെല്ലിയാമ്പതിയിൽ KSRTC ബസ് റോഡിൽ നിന്ന് തെന്നിമാറി വൻ അപകടം. പോത്തുണ്ടിക്ക് സമീപം വളവിലാണ് അപകടമുണ്ടായത്. ബസ് മരത്തിലിടിച്ച് ഒരു സ്ത്രീ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഡ്രൈവർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടിച്ചതിന്റെ ആഘാതത്തിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ ജയന്തി എന്ന സ്ത്രീ ബസ്സിനും മരത്തിനുമിടയിൽ കുടുങ്ങുകയായിരുന്നു. ഒരു മണിക്കൂറോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഇവരുടെ മൃതദേഹം പുറത്തെടുത്തത്. നെല്ലിയാമ്പതി ചുരം റോഡിൽ KSRTC ബസ് റോഡിൽ നിന്ന് തെന്നിമാറി വൻ അപകടമുണ്ടായി. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മരത്തിലിടിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ തൽക്ഷണം മരണപ്പെടുകയും ഡ്രൈവർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോത്തുണ്ടിക്ക് കേവലം 500 മീറ്റർ മാത്രം അകലെ വളവും കുത്തനെയുള്ള ഇറക്കമുള്ള മലയോര പാതയിൽ വെച്ചാണ് KSRTC ബസ് റോഡിലെ വഴുവഴുപ്പ് കാരണം പെട്ടെന്ന് തെന്നിമാറി സമീപത്തെ മരത്തിലിടിച്ചത്. ഇടിച്ച ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും അപകടത്തിനിടെ തെറിച്ചു വീണ സ്ത്രീ ബസിനും മരത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. അപകട ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളും വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബസിനും മരത്തിനും ഇടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെ പുറത്തെടുക്കാൻ ഏറെ സമയമെടുത്തു. അപകടത്തിൽ തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ മറ്റു യാത്രക്കാരെ സമീപത്തെ ആശുപത്രികളിലേക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പാതയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനാൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മഞ്ഞും മഴയുമുള്ള സ്ഥലങ്ങളിൽ റോഡിലെ വഴുവഴുപ്പും സംരക്ഷണ ഭിത്തികളുടെ കുറവും നെല്ലിയാമ്പതി ചുരത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കനത്ത മഴ തുടരുന്നതിനിടെ വൻ കുന്നിടിച്ചിൽ. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ പാണക്കാട് എടൈപ്പാലത്താണ് റോഡിലേക്ക് വൻതോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണത്. ഇതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ നിരവധി വൈദ്യുത തൂണുകളും തകർന്നിട്ടുണ്ട്. ഇവ വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുത വിതരണവും നിലച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തിയ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ദുരന്തത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ ഉൾപ്പെട്ട പാണക്കാട് എടൈപ്പാലത്ത് വൻ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ച് വലിയ അപകടാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയോടെ ആരംഭിച്ച ഭീതിജനകമായ അവസ്ഥ തിങ്കളാഴ്ച രാവിലെയോടെ പൂർണ്ണമായ രീതിയിൽ കുന്നിടിച്ചിലേക്ക് വഴിമാറുകയും കൂറ്റൻ മണ്ണും അതിലുണ്ടായിരുന്ന മരങ്ങളും മണ്ണൊലിപ്പോടെ പ്രധാന പാതയിലേക്ക് പാഞ്ഞെത്തിയതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. അപകട സമയത്ത് റോഡിലൂടെ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തം തലനാഴിയിരയ്ക്ക് ഒഴിവായെങ്കിലും അപകടത്തിന്റെ ആഘാതത്തിൽ നിരവധി വൈദ്യുത തൂണുകൾ തകരുകയും മേഖലയിൽ പൂർണ്ണമായി വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലയോടും വിദ്യാലയങ്ങളോടും ചേർന്നുള്ള ഈ കുന്നിൻ പ്രദേശത്ത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ആഴ്ചകളിലായി അശാസ്ത്രീയമായി JCB ഉപയോഗിച്ച് വലിയ തോതിൽ മണ്ണെടുത്തതാണ് പെട്ടെന്നുള്ള ഇടിഞ്ഞുവീഴലിന് പ്രധാന കാരണമായതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ റിൻഷ പ്രതികരിച്ചത് നഗരസഭയിൽ മുൻകൂട്ടി അപേക്ഷ നൽകുകയോ അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് സ്വകാര്യ ഭൂമിയിൽ മണ്ണെടുപ്പ് നടന്നതെന്നും അശാസ്ത്രീയ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നുമാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായല്ല ഇവിടെ മണ്ണെടുത്തതെന്നും സ്വകാര്യ വ്യക്തികളുടെ ലാഭേച്ഛയിലുള്ള അശാസ്ത്രീയ നീക്കങ്ങളാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും വാർഡ് കൗൺസിലർ KK ഉമ്മൻ വ്യക്തമാക്കിയപ്പോൾ റവന്യൂ അധികാരികൾക്കും പോലീസിനും നേരത്തെ തന്നെ അപായ സൂചന നൽകിയിരുന്നെങ്കിലും അവർ യാതൊരു മുൻകരുതൽ നടപടികളും കൈക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തന്റെ വസതിക്ക് സമീപത്താണ് അപകടം സംഭവിച്ചതെന്നറിഞ്ഞ് വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സംഭവസ്ഥലത്ത് നടന്നിട്ടുള്ളത് അനധികൃതമായ പ്രവർത്തികളാണെന്നും എത്രയും വേഗം അപായ സാധ്യതകൾ ഒഴിവാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ഇടിഞ്ഞു വീണ കുന്നിന്റെ മുകൾ ഭാഗത്തു നിന്ന് വീണ്ടും മണ്ണും വെള്ളവും റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ പാണക്കാട് വഴിയുള്ള വാഹനങ്ങൾ മറ്റു ഉപാധികളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. റോഡിലെ മണ്ണ് മാറ്റി പാത ഗതാഗത യോഗ്യമാക്കാനുള്ള രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ റവന്യൂ ദുരന്ത നിവാരണ സേനകളും പോലീസും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.
ഇറാനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധനകളിൽ ധാരണയുണ്ടാകാനുള്ള സാധ്യത ഉയർന്നതോടെയാണ് തീരുമാനമെന്നും ഇസ്രായേലുമായി കൂടിയാലോചിച്ച ശേഷമാണ് ആക്രമണം നിർത്തിവെച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം സൈനിക സജ്ജീകരണങ്ങളിൽ ഇളവില്ലെന്നും സാഹചര്യം ആവശ്യപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം അറിയിച്ചിട്ടില്ല. ഇറാനുമായുള്ള സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവായി ഇറാനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധനകളിൽ ധാരണയാകാനുള്ള സാധ്യത ഉയർന്നതോടെയാണ് ഈ തീരുമാനം എടുത്തതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ കരാർ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലുമായി കൂടി ആലോചിച്ച ശേഷമാണ് ആക്രമണം താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം സമാധാന ചർച്ചകൾ തുടരുകയാണെങ്കിലും അമേരിക്കയുടെ സൈനിക സജ്ജീകരണത്തിൽ യാതൊരു ഇളവും വരുത്തിയിട്ടില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സാഹചര്യം ആവശ്യപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അമേരിക്കയെ കുറ്റപ്പെടുത്തി ഇറാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം അറിയിച്ചിട്ടില്ല. സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സാധ്യമെങ്കിൽ പ്രദേശം വിട്ടുപോകണമെന്നും US സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ മേഖലയിലെ സ്ഥിതിഗതികൾ എങ്ങനെ മാറുമെന്നത് അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അമേരിക്ക ഇറാൻ സംഘർഷങ്ങളിൽ അയവുണ്ടായെങ്കിലും US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് ആശങ്കകൾ കാരണം കേരളത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നത്തെ നിരക്ക് പ്രകാരം 1 പവൻ സ്വർണത്തിന് 1,05,760 രൂപയും 1 ഗ്രാം വെള്ളിക്ക് 235 രൂപയുമാണ് വില. രാജ്യാന്തര വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും ഡോളർ സൂചികയിലെ ഇടിവുകളും സംസ്ഥാനത്തിന്റെ സ്വർണ്ണ വിപണിയെയും സ്വാധീനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ശനിയാഴ്ച രേഖപ്പെടുത്തിയ അതേ വില തന്നെയാണ് ഇന്നും തുടരുന്നതെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് വില. ഇനി 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില പരിശോധിച്ചാൽ ഗ്രാമിന് 10,860 രൂപയും പവന് 86,880 രൂപയുമാണുള്ളത്. സ്വർണ്ണവിലയിൽ മാത്രമല്ല, കേരളത്തിലെ വെള്ളിവിലയിലും ഇന്ന് മാറ്റമില്ല. 1 ഗ്രാം വെള്ളിക്ക് 235 രൂപയും 10 ഗ്രാമിന് 2,350 രൂപയുമാണ് വിപണി നിരക്ക്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ വില വർധനമുണ്ടാകാത്തതുകൊണ്ടാണ് കേരളത്തിലും വില മാറ്റമില്ലാതെ തുടരുന്നത്. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ നിർണായകമായ സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. ഇറാനിൽ ആക്രമണം നടത്തുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ക്രൂഡ് ഓയിൽ വില നന്നായി കുറഞ്ഞു. ഹോർമുസ് കടലിടനാഴി തുറക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമുള്ള തരത്തിലുള്ള ആശ്വാസ പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ 6 പ്രധാന കറൻസികൾക്ക് നേരെ US ഡോളർ സൂചിക 0.5% ഇടിഞ്ഞിരുന്നു. സൂചികയുടെ നിലവാരം 99.52 മറ്റ് കറൻസികളിൽ ഈ മാറ്റം പ്രതിഫലിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഡോളർ ഇടിയുമ്പോൾ സ്വർണ്ണവില ഉയരേണ്ടതാണ്. എന്നാൽ US ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്ക സ്വർണ്ണവിലക്കയറ്റത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുകയാണ്. ഇനി അമേരിക്കയുടെയും ഇറാന്റെയും അടുത്ത നിലപാടുകൾക്കനുസരിച്ചായിരിക്കും വിപണിയുടെ ഗതി. ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അയയുന്നതും ഹോർമുസ് കടലിടനാഴി സുരക്ഷിതമായി തുറക്കുമെന്ന പ്രതീക്ഷയും ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറയാൻ കാരണമായിട്ടുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള പണപ്പെരുപ്പ ഭീതി കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ഇന്ധന വിലയിടിവ് ആഗോള വിപണിയിൽ സ്വർണത്തിലേക്ക് വലിയ തോതിൽ നിക്ഷേപകർ ഒഴുകിയെത്തുന്നതിന് തടസ്സമാകുന്നുണ്ട്. അമേരിക്കൻ പണപ്പെരുപ്പം ഇപ്പോഴും ഫെഡ് റിസർവിന്റെ ലക്ഷ്യമായ 2% മുകളിലാണ് നിൽക്കുന്നത്. ഫെഡിലെ ചില ഉദ്യോഗസ്ഥർ പലിശ നിരക്ക് കൂട്ടണമെന്ന ശക്തമായ വാദഗതി ഉന്നയിക്കുന്നത് നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പലിശ നിരക്ക് ഉയർന്നാൽ സ്വർണത്തിന് ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തെ ഇത് ബാധിക്കും. ആഗോള കറൻസികൾക്ക് മുന്നിൽ US ഡോളർ സൂചിക 100-ന് താഴെ ഇടിഞ്ഞത് സാധാരണയായി സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകേണ്ടതാണ്. എന്നാൽ ഫെഡ് റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച അവ്യക്തതയും രാഷ്ട്രീയ ഇടപെടലുകളും മൂലം സ്വർണ്ണവില നിലവിലുള്ള പരിധിക്കുള്ളിൽ തന്നെ തുടരുകയാണ്. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ, പ്രത്യേകിച്ച് ചൈനയും മറ്റ് വികസ്വര രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ഡോളറിനുള്ള സ്വാധീനം കുറയ്ക്കുന്നതിനായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വർണ്ണവില വലിയ ഇടിവുകളില്ലാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കേന്ദ്ര ബാങ്ക് വാങ്ങലുകളാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അയയുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ആഗോളതലത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള മറ്റ് സംഘർഷങ്ങൾ തുടരുന്നുണ്ട്. അതിനാൽ നിക്ഷേപകർ പൂർണ്ണമായും ഓഹരി വിപണിയിലേക്ക് തിരിയാതെ സ്വർണത്തെയും വെള്ളിയെയും ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമായി ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. വ്യാവസായിക ആവശ്യകതയും സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിക്ക് വ്യാവസായിക മേഖലയിൽ വലിയ ആവശ്യക്കാരുണ്ട്. സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനം നിർമ്മാണം, ഇലക്ട്രോണിക്സ് എന്നിവയുടെ വളർച്ച വെള്ളിയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള വിപണിയിലെ ഈ വ്യാവസായിക ഡിമാൻഡാണ് വെള്ളി വിലയെ ഉയർന്ന നിലവാരത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. US ഡോളർ സൂചിക ഇടിയുമ്പോഴും US ബോണ്ട് ഈൽഡിൽ നിന്നുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ സ്വർണ്ണ വിപണിയെ നേരിട്ട്
നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ബോണ്ട് ഈൽഡ് ഉയരുമ്പോൾ പലിശരഹിത ആസ്തിയായ സ്വർണ്ണത്തോടുള്ള താൽപര്യത്തിൽ കുറവുണ്ടാകാറുണ്ട്. ഇത് വിലയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നു. അമേരിക്കയിലെ പുതിയ തൊഴിൽ ഡാറ്റകൾ, മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ക്രൂഡ് ഓയിൽ വിപണിയിലെ വിലക്കയറ്റം എന്നിവയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ സ്വർണം, വെള്ളി വിലകളുടെ ഗതി നിർണ്ണയിക്കുക. ലോകകപ്പ് മത്സരങ്ങളുടെ വാണിജ്യ അവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള നീക്കത്തിൽ ശക്തമായ എതിർപ്പ്. തുടർന്ന് ഫിഫ പൂർണ്ണമായും ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റോ മുന്നോട്ട് വെച്ച ഈ വിവാദ നിർദ്ദേശത്തിനെതിരെ ലോകമെമ്പാടുമുള്ള പ്രമുഖ ഫുട്ബോൾ ഭരണസമിതികൾ രംഗത്തെത്തുകയും ടൂർണമെന്റുകൾ ബഹിഷ്കരിക്കുമെന്ന് തുറന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെയാണ് ഫിഫയ്ക്ക് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. ലോക ഫുട്ബോളിന്റെ നിയന്ത്രണവും വാണിജ്യപരമായ പരമാധികാരവും സ്വകാര്യ നിക്ഷേപകർക്ക് പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് എന്ന പുതിയ ഉപകമ്പനിക്ക് രൂപം നൽകാൻ പദ്ധതിയിട്ടത്. പുരുഷ വനിതാ ലോകകപ്പുകൾ, ക്ലബ്ബ് ലോകകപ്പ് തുടങ്ങിയ ലോകോത്തര ടൂർണമെന്റുകളുടെ ടിക്കറ്റ് വിൽപ്പന, പ്രക്ഷേപണ അവകാശം, സ്പോൺസർഷിപ്പ്, ലൈസൻസിംഗ് തുടങ്ങിയ എല്ലാ വാണിജ്യപരമായ നിയന്ത്രണങ്ങളും കൈകാര്യം ചെയ്യാനായിരുന്നു ഈ പുതിയ കമ്പനിയെ ചുമതലപ്പെടുത്തിയത്. ഈ സബ്സിഡറി കമ്പനിയുടെ ആകെ മൂല്യം $20 ബില്യൺ കണക്കാക്കി. ഇതിന്റെ 20 മുതൽ 21% വരെയുള്ള ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് $4.2 ബില്യൺ വിപണിയിൽ നിന്ന് സമാഹരിക്കാനായിരുന്നു നീക്കം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജാറേഡ് കൃഷ്ണറുടെ സഹോദരൻ ജോഷ കൃഷ്ണറുടെ നേതൃത്വത്തിലുള്ള ത്രൈവ് ഇറ്റേണൽ എന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായിരുന്നു ഈ നിക്ഷേപത്തിന് മുന്നിൽ നിന്ന പ്രധാന നിക്ഷേപ ഗ്രൂപ്പ്. ആഗോള ഫുട്ബോൾ ടൂർണമെന്റുകളുടെ സ്വകാര്യവൽക്കരണത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുണ്ടെന്ന ആരോപണം ശക്തമാകാൻ ഇതും വഴിവെച്ചു. ലഭിക്കുന്ന 35,000 കോടി രൂപയിൽ നിന്ന് ഫിഫയിലെ 211 അംഗരാജ്യങ്ങൾക്കും ഒറ്റത്തവണ ഗ്രാന്റായി $20 മില്യൺ വീതം ഉടനടി കൈമാറുമെന്നും ഭാവിയിൽ അവർക്ക് നൽകുന്ന വികസന ഫണ്ട് ഗണ്യമായി ഉയർത്തുമെന്നും വാഗ്ദാനം ചെയ്താണ് ചെറുകിട രാജ്യങ്ങളുടെ വോട്ടുറപ്പാക്കാൻ ഫിഫ ശ്രമിച്ചത്. എന്നാൽ കായിക രംഗത്തിന്റെ ആത്മാവിനെയും സംഘാടന സ്വാതന്ത്ര്യത്തെയും കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് പണയപ്പെടുത്തുന്ന നിർദ്ദേശവുമായി ഇത് വിലയിരുത്തപ്പെടുകയും ആഗോളതലത്തിൽ വൻ അമർഷത്തിന് കാരണമാവുകയും ചെയ്തു. ഈ വിവാദ നിർദ്ദേശം പുറത്തുവന്നതോടെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ UFAയും വടക്കേ അമേരിക്കൻ സംഘടനയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫിഫ ഈ സ്വകാര്യവൽക്കരണ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഫിഫയുടെ എല്ലാ ടൂർണമെന്റുകളും ബഹിഷ്കരിക്കുമെന്ന് UFA വോട്ടെടുപ്പിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. വടക്കേ അമേരിക്കൻ, ഏഷ്യൻ ഫുട്ബോൾ സമിതികളും UFAയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇൻഫാന്റിനോയുടെ പദ്ധതി പ്രതിസന്ധിയിലായി. ഫിഫയിലെ 211 അംഗരാജ്യങ്ങളിൽ 143 രാജ്യങ്ങളും പദ്ധതിക്കെതിരെ ഉറച്ച നിലപാടെടുത്തതോടെയാണ് പിന്മാറാതെ തരമില്ലെന്ന അവസ്ഥയിലേക്ക് ഇൻഫാന്റിനോ എത്തിയത്. പുറത്തുനിന്നുള്ള പ്രതിഷേധങ്ങൾക്ക് പുറമെ ഫിഫയ്ക്കുള്ളിൽ നിന്നും ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും രാജികളും ഉയരുകയുണ്ടായി. ഇൻഫാന്റിനോയുടെ മുതിർന്ന ഉപദേശകനായ കാർലോസ് കോർഡോ പദ്ധതിയെ ഫുട്ബോളിന് അങ്ങേയറ്റം ദോഷകരമായ കരാറെന്ന് വിശേഷിപ്പിച്ച് അടിയന്തരമായി രാജിവെക്കുകയുണ്ടായി. ഇൻഫാന്റിനോ ജീവനക്കാരെ വഞ്ചിച്ചെന്നും സ്വന്തം താൽപര്യം മാത്രമാണ് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയതെന്നും ഫിഫ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെവിൻ ലാമറും കുറ്റപ്പെടുത്തി. അതിനു പുറമെ ഫിഫയെ നയിക്കാൻ ഇൻഫാന്റിനോ ഒട്ടും യോഗ്യനല്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണർഹാമും പരസ്യമായി പ്രതികരിച്ചു. എല്ലാ മേഖലകളിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നതോടെ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എല്ലാ ഭാഗത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം ഈ പ്രോജക്റ്റ് ഫുട്ബോളിൽ വലിയ ഭിന്നതകൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലായെന്നും ഫുട്ബോളിനെ ഒന്നിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നുമാണ് ഇൻഫാന്റിനോ പിന്മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന വർഷത്തിൽ ഫിഫ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിൽ LKD വന്ന വൻ തിരിച്ചടിയായാണ് ഈ സംഭവവികാസങ്ങളെ കായിക ലോകം വിലയിരുത്തുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.